ഹായ് ഗായ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് രീതിയിൽ നെയിൽ പ്രെപ്പിംഗ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പ്രിപ്പിങ്ങിന് വേണ്ടത് ഫസ്റ്റ് വൺ ക്യൂട്ടിക്കിൾ റിമൂവറാണ്. പിന്നെ അതേപോലെ വേണ്ടത് ഒരു ക്യൂട്ടിക്കിൾ കട്ടറാണ്. ക്യൂട്ടിക്കിൾ കട്ടർ എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി, അതായത് മാക്സിമം നമ്മൾ നെയിലിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ബ്രാൻഡിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ലൊരു മോഡൽ ക്യൂട്ടിക്കിൾ കട്ടർ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ വേണ്ട ഒന്നാണ് ക്യൂട്ടിക്കിൾ പുഷർ. ഈ 3 ഐറ്റംസാണ് നമുക്ക് മെയിൻലി ഒരു നെയിൽ പ്രിപ്പിങ് വേണ്ടത്. സോ ഇപ്പോൾ എൻ്റെ നെയിൽസ് ഞാൻ ഓൾറെഡി നെയിൽ പെയിൻറ് ഉണ്ടെങ്കിൽ നമ്മൾ നെയിൽ പെയിൻറ് റിമൂവ് ചെയ്യണം. നെയിൽ പെയിൻറ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ പറയുന്ന ക്യൂട്ടിക്കിൾ ഓയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും ക്യൂട്ടിക്കിൾ ഓയിൽസ് വരുന്നത് ഒരു ചെറിയ ജെൽ ടച്ച്, അതായത് ഒരു വാട്ടർ സബ്സ്റ്റൻസിൽ തന്നെ ചെറിയൊരു ജെൽ മെറ്റീരിയൽ പോലെ തോന്നുന്നതാണ്. സോ അതിന് ശേഷം ക്യൂട്ടിക്കിൾ പുഷർ എടുത്തിട്ട് ഈ ക്യൂട്ടിക്കിൾസ് ബാക്കിലേക്ക് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? സോ ഇതുണ്ടോ, എനിക്കിപ്പോൾ എക്സസ് നമ്മൾ നല്ല ക്യൂട്ടിക്കിൾ പുഷേഴ്സ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതുപോലെ പുഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഇതുപോലെ വരും. സോ നല്ല രീതിയിൽ പുഷ് ചെയ്യാം. സോ എനിക്ക് എക്സസ് കട്ട് ചെയ്യാൻ പാകത്തിന് ആക്ച്വലി ക്യൂട്ടിക്കിൾസ് എനിക്കില്ല കേട്ടോ ആക്ച്വലി. സോ ഇനി എക്സസ് ഉണ്ടെങ്കിൽ, ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് എനിക്ക് വളരെ കുറച്ച് ക്യൂട്ടിക്കിൾസ് ഉണ്ടായുള്ളൂ. ഇത്ര ഉണ്ടായുള്ളൂ കട്ട് ചെയ്യാൻ പാത്രം. സോ നമ്മൾ നല്ല രീതിയിൽ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് ക്യൂട്ടിക്കിൾ കട്ട് ചെയ്ത് നെയിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രെപ്പിംഗ് ദ നെയിൽസ് എന്ന് പറയുന്നത്. സോ ഇത്രേ ഉള്ളൂ നെയിൽ പ്രെപ്പിങ്ങിൽ.